ഒരു കഥ പറയാം. 51 മാർക്ക് മാത്രം കിട്ടിയ ഒരു വിദ്യാർത്ഥി, അതും കണക്കിന്. പിന്നീട് ഈ വിദ്യാർത്ഥി ISROയിൽ ഉദ്യോഗസ്ഥനാകുന്നു. അങ്ങനെ സുരക്ഷിതമായ ഒരു ജോലിയിലേക്ക് എത്തുന്നു. പക്ഷെ ആ സുരക്ഷിതമായിട്ടുള്ള ജോലി അയാൾ പിന്നീട് ഉപേക്ഷിക്കുകയാണ്. ഉപേക്ഷിച്ചതിന് ശേഷം ഇയാൾ ചെയ്തത് ഇയാൾ നിർമ്മിച്ച റോക്കറ്റ് ഇന്ത്യയുടെ സ്വകാര്യ ബഹിരാകാശ ചരിത്രം മാറ്റി എഴുതിയിരിക്കുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഇത് വെറുമൊരു റോക്കറ്റിന്റെയോ കണക്കിൽ വളരെ മോശമാണ് എന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥിയുടെയോ കഥ മാത്രമല്ല, ഇത് സത്യത്തിൽ ഒരു സ്വപ്നത്തിന്റെ പറക്കൽ കൂടിയായിട്ട് മാറുന്നുണ്ടാകാം. ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രത്തിൽ ഇന്ന് പുതിയൊരു അധ്യായം കുറിച്ചിരിക്കുകയാണ് എന്നുള്ളത് നിങ്ങൾക്കും എനിക്കും ഒക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള സ്കൈറൂട്ട് എയ്റോസ്പേസ് എന്ന് പറയുന്ന സ്വകാര്യ കമ്പനിയുടെ വിക്രം 1 എന്ന് പറയുന്ന റോക്കറ്റ് വിജയകരമായിട്ട് വിക്ഷേപിച്ചിരിക്കുകയാണ്. അത് ഭ്രമണപഥത്തിലേക്ക് കുതിച്ച് ഉയർന്നിരിക്കുന്ന സാഹചര്യം. ഇതുവരെ ISRO മാത്രമായിരുന്നു ഇന്ത്യയിൽ ഓർബിറ്റൽ റോക്കറ്റുകൾ വികസിപ്പിക്കുകയും കൂടാതെ വിക്ഷേപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ സ്ഥാനത്തേക്ക് ഒരു ഇന്ത്യൻ സ്വകാര്യ കമ്പനി പൂർണ്ണമായിട്ടും സ്വന്തമായി വികസിപ്പിച്ച ഓർബിറ്റൽ റോക്കറ്റ് ബഹിരാകാശത്തേക്ക് അയച്ചിരിക്കുകയാണ്. അതൊരു ചരിത്രപരമായിട്ടുള്ള നേട്ടമാണ് എന്ന് നമുക്ക് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ലോക ബഹിരാകാശ മേഖല ഈ ദൗത്യത്തെ വലിയൊരു കൗതുകത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. പക്ഷേ ഇത്രയുമൊക്കെ എത്തിയതിനു ശേഷം ഈ ഒരു വിജയമുണ്ടല്ലോ, ഈ വിജയത്തിന് പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. ആ കഥയാണ് ഞാൻ ആദ്യം പറയാമെന്ന് പറഞ്ഞത്. ഈ കഥ തുടങ്ങുന്നത് അങ്ങ് തെലുങ്കാനയിലെ ഒരു ക്ലാസ് മുറിയിൽ നിന്നാണെന്ന് പറയാതെ വയ്യ. ഒരു ദിവസം കണക്ക് പരീക്ഷയുടെ പേപ്പർ കയ്യിൽ കിട്ടിയപ്പോൾ പവൻ കുമാർ ചന്ദന എന്ന് പറയുന്ന വിദ്യാർത്ഥിക്ക് ലഭിച്ചത് വെറും 51 മാർക്കാണ്. അന്ന് ആ കുട്ടിക്ക് കണക്കിന് വല്ലാത്ത ഭയമായിരുന്നു. ഒരു ദിവസം ലോകം മുഴുവനും അവനെ റോക്കറ്റ് ശാസ്ത്രജ്ഞനായിട്ട് മാറുമെന്ന് ആരും ഒരുപക്ഷെ ചിന്തിച്ചിരിക്കില്ല. പക്ഷെ ഈ കണക്കിൽ ഭയന്നിരുന്ന പവൻകുമാർ ചന്ദന എന്ന് പറയുന്ന കുട്ടിയുടെ ജീവിതം മാറ്റിമറിച്ചത് അച്ഛൻ JEE കോച്ചിങ് സെന്ററിൽ ചേർത്തതോടുകൂടിയാണ്. കണക്കും ശാസ്ത്രവും ഒക്കെ പതിയെ പതിയെ ആ കുട്ടിയുടെ പ്രിയപ്പെട്ട വിഷയങ്ങളായിട്ട് മാറി. അങ്ങനെ 2007 ഇന്ത്യയിലെ പ്രമുഖ സ്ഥാപനമായുള്ള IIT ഗോരഖ്പൂരിൽ പ്രവേശനം നേടി. അവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും മാസ്റ്റേഴ്സും ഒക്കെ പൂർത്തിയാക്കിയതിനു ശേഷം പവൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി IITയിലെ ക്രയോജനിക് ലാബിലൂടെയാണ് റോക്കറ്റുകളുടെ സാങ്കേതിക വിദ്യയിലേക്ക് കൂടുതൽ അടുക്കുന്നതും ഇഷ്ടപ്പെടുന്നതും ഒക്കെ. 2012 അദ്ദേഹത്തെ തേടിയൊടുവിൽ ISROയുടെ ആ വമ്പൻ ഓഫർ മുന്നിൽ വന്നു. തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ ശാസ്ത്രജ്ഞനായി ചേർന്ന പവൻ കുമാർ ചന്ദന GSLV Mark 3 പദ്ധതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അന്ന് ആ പദ്ധതിയുടെ ഡയറക്ടർ ആയിരുന്നു പിന്നീട് ISRO ചെയർമാനായി മാറിയ S സോമനാഥ്. സോമനാഥ് ആയിരുന്നു തന്റെ ഏറ്റവും വലിയ പ്രചോദനമെന്ന് പവൻ പിന്നീട് പലവട്ടം പല ഇടങ്ങളിൽ പറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. പക്ഷെ അവിടെ നിന്ന്, അതായത് അതുവരെ ഓക്കെ സെറ്റാണ്, കണക്കിൽ പിന്നോട്ട് പോയി, അവിടെ നിന്ന് പ്രിയപ്പെട്ട വിഷയങ്ങളായിട്ട് മാറി, അതിനുശേഷം ISROയിൽ ജോലി കിട്ടി. പക്ഷെ ഏറ്റവും വലിയ റിസ്ക് അവിടെ വെച്ചാണ്. ISROയിൽ ജോലി ചെയ്ത് ശാസ്ത്രജ്ഞനായി വരികയാണ് എടുക്കുന്നത് പവൻ കുമാർ ചന്ദന. എന്തായിരുന്നു ആ തീരുമാനം എന്നുള്ളത് എല്ലാവരെയും ഒരുപോലെ ഞെട്ടിക്കുന്നതാണ്. ISRO പോലുള്ള ഒരു സ്ഥാപനം, ഉറപ്പുള്ള ഒരു ഭാവി എല്ലാം ഉണ്ടായിട്ടും വെറും 27ാമത്തെ വയസ്സിൽ പവൻ കുമാർ ചന്ദന ആ ജോലി അങ്ങ് വേണ്ട എന്ന് വെച്ചു. അതായത് രാജിവെച്ചു. എല്ലാവരും ഞെട്ടി. വീട്ടുകാരൊന്നും ആദ്യം അറിഞ്ഞില്ല കേട്ടോ. രാജിവെച്ചതിന് ശേഷമാണ് വീട്ടുകാരോട് പോലും പവൻ കുമാർ ചന്ദന ഈ ഒരു കാര്യം പറയുന്നത്. ഈ വിവരം അറിയിച്ചപ്പോൾ വീട്ടുകാരും ഞെട്ടി എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത്. കാരണം ഇത് എന്തിനാണ് അത്രയും വലിയ ഉറപ്പുള്ള ഒരു ഭാവിയൊക്കെ ഉള്ള ഒരു ജോലി രാജിവെച്ചത്?
അതിന് പിന്നിൽ അദ്ദേഹത്തിന്റെ ഒരു വലിയ സ്വപ്നമുണ്ടായിരുന്നു. ആ സ്വപ്നത്തിന് പിന്നാലെ പോകാൻ വേണ്ടിയിട്ടാണ് ജോലി വെച്ചത്. സ്വകാര്യ കമ്പനികൾ ബഹിരാകാശ മേഖലയെ മാറ്റിമറിക്കുന്ന ഒരു ഭാവി പവൻകുമാർ ചന്ദന എന്ന് പറയുന്ന ആ 27 വയസ്സുകാരൻ ദീർഘനാളായിട്ട് സ്വപ്നം കാണുന്നുണ്ടായിരുന്നു. അന്നത്തെ ഇന്ത്യയിൽ അത്തരം ഒരു എന്താ പറയാ ഒരു ആശയം പലർക്കും ഒരു തമാശയാണ്. ചിലരൊക്കെ നമ്മളോട് പറയുമോ ഇതൊക്കെ നടക്കുന്നതാണോ എന്ന് ചോദിക്കുന്നത് പോലെ തന്നെയായിരുന്നു ഇതും. പക്ഷെ പവൻ അതൊന്നും വകവെച്ചില്ല. മറിച്ച് ഇതെല്ലാം യാഥാർത്ഥ്യമാകും ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ള ഉറപ്പിലായിരുന്നു മുന്നോട്ട് പോയത്. അങ്ങനെ 2018 ആകുമ്പോൾ പവൻകുമാർ ചന്ദ്രയും പവൻകുമാറിന്റെ സഹപ്രവർത്തകനായിട്ട് നാഗ് ഭരത് ദാഗയും ചേർന്നുകൊണ്ട് ഹൈദരാബാദിൽ ഒരു സ്കൈ റൂട്ട് എയറോസ്പേസ് സ്ഥാപിക്കുകയാണ്. 2018 സ്ഥാപിക്കുന്നത്. ഇന്ന് കോടികൾ വിലമതിക്കുന്ന കമ്പനിയാണ്. അത് വളരെ സാധാരണ ഒരു ഇതുപോലെയാണ് അവര് സ്ഥാപിച്ചത്. അന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് തികച്ചും ഇന്നത്തേതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണ്. എല്ലാവരും ഒരു സംശയത്തോടെ നോക്കുന്ന, ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ, ഇവന്മാരൊക്കെ എന്തിനാണ് ഇതിന്റെ പിന്നാലെ പോകുന്നത്, ഇതൊക്കെ ഇങ്ങനെയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ, ഇതിനൊക്കെ വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണം, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോ സ്വകാര്യ റോക്കറ്റ് വിക്ഷേപണത്തിന് സത്യം പറഞ്ഞാൽ ആ സാഹചര്യത്തില് ഇന്ത്യയിൽ വ്യക്തമായിട്ടുള്ള ഒരു സർക്കാർ നയം പോലും ഉണ്ടായിരുന്നില്ല. ആ സാഹചര്യത്തിലാണ് പവൻകുമാറും സുഹൃത്തും ചേർന്നുകൊണ്ട്, സഹപ്രവർത്തകരും ചേർന്നുകൊണ്ട് അങ്ങനെ ഒരു എന്താ പറയാ അങ്ങനെ ഒരു ചുവടുവയ്പ് നടത്തുന്നത്. നിക്ഷേപകരുമൊക്കെ വളരെ സംശയത്തിലായിരുന്നു. അപ്പൊ പവൻ ഒരു നീക്കം നടത്തി. അവിടെ നിന്ന് മറ്റൊരു ട്വിസ്റ്റ് വരികയാണ്. അതായത് മിന്ത്രയുടെ സ്ഥാപകനുണ്ടല്ലോ മുകേഷ് ബൻസലിന് ലിങ്ക്ഡിനിൽ ഒരു സന്ദേശം അയച്ചു പവൻകുമാർ. ഒരു സാധാരണ മെസ്സേജ് ആണ്. പക്ഷെ ആ മെസ്സേജ് എന്താ പറയാ ചരിത്രം മാറ്റി എന്നുള്ളതാണ്. മുകേഷ് ബൻസൽ അങ്ങനെ സ്കൈ റൂട്ടിൽ വിശ്വസിച്ച് $15 ലക്ഷം ആദ്യ നിക്ഷേപം നടത്തി. ലിങ്ക്ഡിനിൽ ഒരു സാധാരണ മെസ്സേജ് അയച്ചതാണ്. പക്ഷെ ചരിത്രം വരുന്ന വഴിയാണ് ഈ പറഞ്ഞത്. ബൻസൽ 15 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നടത്തുന്നു. അതാണ് സ്കൈ റൂട്ടിന്റെ വലിയ തുടക്കം. പിന്നീട് ലോകപ്രശസ്ത നിക്ഷേപകരൊക്കെ ആയിട്ടുള്ള JICയും ടെമാസെക്കും കമ്പനിയിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. സ്കൈ റൂട്ട് സമാഹരിച്ച ഫണ്ടിങ് അങ്ങനെ $160 മില്യൺ ഉയരുകയാണ് ഉണ്ടായത്. തുടർന്ന് ഇന്ത്യയിലെ ആദ്യ ബഹിരാകാശ യൂണിക്കോൺ സ്റ്റാർട്ടപ്പ് എന്നുള്ള ഒരു നേട്ടവുമൊക്കെ കമ്പനി സ്വന്തമാക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നു. അപ്പോഴും സാങ്കേതികപരമായിട്ടുള്ള മുന്നേറ്റത്തിൽ തുടർന്നുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ 2020-ലും 2021-ലും ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ റോക്കറ്റ് എഞ്ചിനായിട്ടുള്ള രാമൻ 1 വിജയകരമായിട്ട് വിക്ഷേപിച്ചു. തുടർന്ന് സ്വകാര്യ മേഖലയിലെ എന്താ പറയാ ആദ്യത്തെ ക്രയോജനിക് എഞ്ചിനായിട്ടുള്ള ധവാൻ 1ഉം വികസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ 2 കടമ്പ അവർ കടന്നു. അതിനുശേഷം 2022-ൽ ചരിത്രം കുറിച്ച മറ്റൊരു ദൗത്യം കൂടി ഉണ്ടായി. വിക്രം S എന്ന ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ സബ് ഓർബിറ്റൽ റോക്കറ്റ് മിഷൻ പ്രാരംഭ എന്ന പേരിൽ നടന്ന ആ പരീക്ഷണം ഇന്ത്യയുടെ സ്വകാര്യ ബഹിരാകാശ മേഖലയ്ക്ക് വലിയ ആത്മവിശ്വാസം നൽകി എന്നുള്ളതാണ്. ഇപ്പോ നോക്കൂ, അതിനൊക്കെ പടിപടിയായിട്ട് നോക്കൂ. ആദ്യം 2020-21 രാമൻ 1 വിജയകരമായിട്ട് പരീക്ഷിച്ചു. പിന്നീട് അതിനുശേഷം ധവാൻ 1 വികസിപ്പിച്ചു. അതിനുശേഷം 2022-ൽ ചരിത്രം കുറിച്ച മറ്റൊരു ദൗത്യം വിക്രം S സബ് ഓർബിറ്റൽ റോക്കറ്റ്, അത് വലിയ രീതിയിൽ കൊണ്ടുവന്നു. മിഷൻ പ്രാരംഭ എന്ന പേരിൽ നടന്ന ആ ഒരു പരീക്ഷണം ഇന്ത്യയുടെ സ്വകാര്യ ബഹിരാകാശ മേഖലയെ തന്നെ മാറ്റിമറിക്കുന്നതായി മാറുകയും ചെയ്തു. അതിനുശേഷമാണ് സത്യത്തിൽ മിഷൻ ആഗമൻ വരുന്നത്. ഇതിലൂടെയാണ് വിക്രം 1 വിജയകരമായിട്ട് പറന്നത്. പക്ഷേ വിക്രം 1-ന് എന്താണ് ഇത്ര പ്രത്യേകമായി മാറ്റി നിർത്തുന്നത് എന്നുള്ളതാണ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഇന്ന് ചെറിയ ഉപഗ്രഹങ്ങളൊക്കെ വിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന കമ്പനികൾ വലിയ റോക്കറ്റുകൾ ഒഴിവുള്ള സീറ്റ് കാത്തിരിക്കണം.
നമ്മളൊരു സീറ്റൊക്കെ നോക്കിയിരിക്കില്ലേ, എവിടെയെങ്കിലും പോവാനായിട്ട് ബസ്സിലൊക്കെ കയറുമ്പോൾ അങ്ങനെ നോക്കിയിരിക്കണം എന്നുള്ളതുമാണ്. എന്നാൽ വിക്രം വൺ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ബസ്സായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല, മറിച്ച് ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു യൂബർ ടാക്സി ആയിട്ട് നമുക്ക് കാണാം. എപ്പോ വേണമെങ്കിലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ, ഇത്തരത്തിലുള്ള വിക്ഷേപണങ്ങളൊക്കെ നടത്താം. അവർക്ക് വേണ്ട ഭ്രമണപഥത്തിലേക്ക് ഉപഗ്രഹങ്ങളെ എത്തിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണിത്. അത് തന്നെയാണ് സ്കൈ റൂട്ടിന്റെ വലിയ ബിസിനസ് ആശയം എന്ന് പറയുന്നത്. സിഇഒ ആയിട്ടുള്ള പവൻകുമാർ ചന്ദന പറയുന്നത് തന്നെ, ട്രെയിൻ കാത്തിരിക്കണ്ട, നിങ്ങൾ വേണമെങ്കിൽ ഒരു ക്യാബ് വിളിച്ചോളൂ, അപ്പൊ നമ്മുടെ സൗകര്യത്തിന് നമുക്ക് എപ്പോ വേണമെങ്കിലും ഇത് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. അതാണ് വിക്രം വൺ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം. മറ്റൊരു പ്രത്യേകത കൂടി ഈ വിക്രം വണ്ണിനുണ്ട് കേട്ടോ. പൂർണ്ണമായിട്ടും കാർബൺ കോമ്പോസിറ്റ് ഘടനയാണ് ഇതിനുള്ളത്. സ്കൈ റൂട്ട് വികസിപ്പിച്ചിട്ടുള്ള 3D പ്രിന്റഡ് ലിക്വിഡ് എഞ്ചിനുകളുണ്ട്, ഉയർന്ന കരുത്തിലുള്ള സോളിഡ് ബൂസ്റ്ററുകളുണ്ട്. ഇവയെല്ലാം ചേർന്നുകൊണ്ട് ചെലവ് എന്ന് പറയുന്നത് വളരെ ഗണ്യമായിട്ട് കുറയ്ക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. ലോകത്ത് അടുത്ത വർഷങ്ങളിൽ വിക്ഷേപിക്കപ്പെടുന്ന ഉപഗ്രഹങ്ങളുണ്ടല്ലോ, അതിൽ ഭൂരിഭാഗവും ചെറിയ ഉപഗ്രഹങ്ങളായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ആ വിപണിയാണ്, ആ ഒരു സ്പേസിലേക്കാണ് സ്കൈ റൂട്ടിന്റെ വരവ്. ഇന്ന് പവൻകുമാർ ചന്ദനയും നാഗ ഭാരത് ദാഗയും ചേർന്ന് 1000-ലധികം വിദഗ്ധരെയാണ് ഈ മേഖലയിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ രണ്ടുപേർ ചേർന്നുകൊണ്ട് രൂപീകരിച്ച തുടങ്ങിയ ഒരു സ്റ്റാർട്ടപ്പ്. ഒരിക്കൽ 51 മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥിയിൽ നിന്ന് ISRO ശാസ്ത്രജ്ഞനായി അവിടെ നിന്ന് സുരക്ഷിതമായ ആ ജോലി ഉപേക്ഷിക്കുന്നു, പിന്നീട് സ്വന്തം റോക്കറ്റ് കമ്പനി സ്ഥാപിക്കുന്നു. ഇന്ന് ഇന്ത്യയുടെ സ്വകാര്യ ബഹിരാകാശ ചരിത്രം മാറ്റി എഴുതിയ വ്യക്തിയായിട്ട് പവൻകുമാർ ചന്ദന മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കൽ റോക്കറ്റ് വിക്ഷേപണം സർക്കാർ സ്ഥാപനങ്ങളുടെ മാത്രം മേഖലയായിരുന്നു. നമുക്കറിയാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ സർക്കാരുമായി ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് ചിന്തിച്ചിട്ടുള്ളതെല്ലാം. ഇന്ന് ഒരു ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ലോകത്തോട് പറയുകയാണ്, ബഹിരാകാശത്തേക്കുള്ള വഴി ഇനി എല്ലാവർക്കും തുറന്നിരിക്കുന്നു എന്ന്. 51 മാർക്കിൽ തുടങ്ങിയ ആ യാത്ര ഓർബിറ്റിൽ അവസാനിപ്പിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും വിക്രം വണ്ണിന്റെ ചരിത്രപരമായിട്ടുള്ള ഒരു നിമിഷമാണ് ഇന്ന് നടന്നിട്ടുള്ളത്. അഭിമാനിക്കാം നമ്മൾ ഓരോരുത്തർക്കും.